ഹലോ, വെൽക്കം ബാക്ക് ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഒരു ഹ്യൂജ് മൂവ്മെന്റ് തന്നെ നമുക്ക് ഇന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ, ഇന്നലെ നമ്മളെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ്, ഇല്ല ആ ഒരു ലെവലിന് അനുസരിച്ച് തന്നെയാണ് മാർക്കറ്റ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും നമ്മൾ പറഞ്ഞ പോലെ അല്ല മാർക്കറ്റ് പോയിട്ടുള്ളത്. മാർക്കറ്റ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കിയത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആരും മാർക്കറ്റിനെക്കാട്ടിലും വലുതല്ല, ആരുടെയും വ്യൂസും ഇതൊന്നും ആരെക്കാട്ടിലും വലുതല്ല എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നുള്ളത്. ആഫ്റ്റർ ദാറ്റ് നാളെ മാർക്കറ്റ് എന്തായിരിക്കും. ഇന്നൊരു എക്സ്പയറി ആയിരുന്നു. ആൻഡ് ദെൻ ഓൾസോ ഓൾമോസ്റ്റ് ലൈക്ക് 120 ഐ തിങ്ക് or 150 നിന്ന് ബൈ പറഞ്ഞിട്ട് ഇറ്റ് വെന്റ് അപ് ടു ലൈക്ക് 350 പ്ലസ്. നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ലൈക്ക് ട്രെയിൽ ചെയ്ത് അത്യാവശ്യം ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. സോ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയായിരുന്നു മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സോ ഹിയർ ഈസ് ഇറ്റ്. ഇതാണ് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് ആണ്. ഞാൻ ഇത് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് സാധിക്കും. അതായത് ഓക്കെ ഫൈൻ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുള്ളത് എന്നുള്ളതും അതോടൊപ്പം അതിനനുസരിച്ച് ഇപ്പോൾ പറഞ്ഞാൽ മാത്രം പോരാ അല്ലെ, നിങ്ങളത് ക്യാച്ച് ചെയ്തത് നിങ്ങൾക്ക് കാണാനായിട്ട് ഇവിടെ ഒരു റിയൽ ടൈമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ പ്രീമിയം ഗ്രൂപ്പ് ജസ്റ്റ് ലൈക്ക് കുറെ അധികം മെസ്സേജസ് പെൻഡിങ് ഉണ്ട്. ആൻഡ് ഓൾസോ വാട്സപ്പിലും കുറെ അധികം മെസ്സേജസ് പെൻഡിങ് ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം ബിസി ആയിരുന്നു ഫോർ സർട്ടൻ റീസൺസ്. എന്തായിരുന്നു ആ സർട്ടൻ റീസൺസ്, റൈറ്റ്? എസ്പെഷ്യലി നമ്മുടെ മാർക്കറ്റ് നല്ല മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാക്കിലായിരുന്നു. ബട്ട് എന്നാൽ ഇന്ന് ലൈവ് സെഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു ഡ്യൂ ടു സം ഹെൽത്ത് ഇഷ്യൂസ്. ബട്ട് ഓൾമോസ്റ്റ് റിസോൾവ് ആയിട്ടുണ്ട്, ഗോയിങ് ഗുഡ് എനിവേ. സോ ദിസ് വാസ് ഇറ്റ്. സോ മാർക്കറ്റ് ഓപ്പൺ ആയി. നമ്മൾ ആദ്യം ലൈവ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ 9 to 1 എല്ലാ ദിവസവും നമ്മുടെ ലൈവ് ഉണ്ടാകുന്നതാണ്. ആക്ച്വലി സം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. It's all right now. So 44,700 PE ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. ലേറ്റർ ഓൺ അത് ബൈ 140 ബൈ ചെയ്തോളം പറഞ്ഞു. 350 പ്ലസ് അത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് 1 ഹീറ്റ്, ടാർഗറ്റ് 2 ഹീറ്റ്, 3 ആൻഡ് ഫൈനലി നിഫ്റ്റി 60 പോയിന്റ്സ് ഏറ്റവും കുറഞ്ഞാണ്. ബട്ട് അത് കഴിഞ്ഞ് റാലി 100 പ്ലസ് പോയിന്റ്സ് വരെ നമ്മൾ റാലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഒരു മന്ത് പ്രീമിയം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരും ഗ്രീഡ് ആയിട്ട് വരരുത്. ഫൈൻ, ആരും ഗ്രീഡ് കൊണ്ട് കുറെ അധികം വരരുത്. ഓക്കെ ഫൈൻ, ഇവിടെ കോൾസ് തന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രോഫിറ്റ് ആയിരിക്കും. കഴിഞ്ഞ 2 ദിവസം നമ്മൾ കാണിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ കാണിച്ച് തന്നെയാണ് പോകുന്നത്. ലോസ് വരുന്ന ദിവസമാണെങ്കിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം കാണുന്നുണ്ട്. ഇതിന്റെ ബേസിൽ ഓടിച്ചാടി വന്ന് പ്രോഫിറ്റ് ലൈക്ക് ഓക്കെ ഫൈൻ ഫുൾ പ്രോഫിറ്റ് ആകാൻ പോവുകയാണ് എന്ന് വെച്ചൊരു മൈൻഡ് സെറ്റിൽ ആരും വരരുത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഹൈ ഒരു ലോ, ഒരു ഹൈ ഒരു ലോ. ബട്ട് ഓൺ ആൻ ആവറേജ് നമ്മൾ ഈ ബോട്ടത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഈ ഒരു കയറ്റത്തിലോട്ട് പോയിട്ടുണ്ടായിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ വ്യൂ, ലോങ് ടൈം വ്യൂ ആയിരിക്കണം നമുക്ക് വേണ്ടത്. സോ അതിനു വേണ്ടി എന്താണ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അതിനകത്ത് വേണ്ടത് എന്നുള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ് ആക്ച്വലി. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈവൻ കോൾസ് എടുക്കുകയാണെങ്കിലും അത് റാലി ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്. പല ആൾക്കാരും ഈവൻ കോൾസ് എടുക്കുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്തോന്നറിയോ, എല്ലായിടത്തും എവിടുന്ന് തന്നെ കോൾസ് എടുത്തു കഴിഞ്ഞാലും ചെറിയ പ്രോഫിറ്റ്സും വലിയ ലോസസും ആണ് ക്യാച്ച് ചെയ്യുന്നത്. ബട്ട് എന്നാൽ നമ്മളുടെ ബൂട്ട് ക്യാമ്പിന് നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. സോ ബൂട്ട് ക്യാമ്പിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാനുള്ള വീഡിയോ സെഷൻസ് 1 by 1 നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് യൂസ് ഇറ്റ്. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് 1000 rupees ബൂട്ട് ക്യാമ്പിനുള്ളത്. സോ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിൽ അതിനോട് ജോയിൻ ചെയ്യാം, യൂസ്ഫുൾ ആയിരിക്കും. ഒരിക്കലും വേസ്റ്റ് ഓഫ് മണി ആയിരിക്കില്ല, റൈറ്റ്? സോ നമുക്ക് നോക്കാം മാർക്കറ്റ് ഇന്ന് എന്തായിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്, എങ്ങനെയായിരുന്നു നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇന്നലെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ലെവൽസ് ആയിരുന്നു. ദിസ് വാസ് നിഫ്റ്റിയിലായിരുന്നു. ഇത് നിഫ്റ്റിയിലുണ്ടോ ഈ ഒരു ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ മൈനർ ടാർഗറ്റ് ഇവിടെ, ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ. ഈ ഒരു ഹ്യൂജ് മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നമുക്ക് ബെയറിഷ് ആകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ദിസ് വാസ് ഗുഡ്. ഈ ഒരു ക്യാൻഡിൽ നിന്ന് തന്നെ ഷോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൈക്ക് ഈ ബൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു അവിടെ. യൂസ് ചെയ്തവർക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ആയിട്ടുണ്ട് ഇവിടെ. ആൻഡ് ഓൾസോ നിഫ്റ്റി ബാങ്ക് സേഫ് ആയിരുന്നു. നിഫ്റ്റി ബാങ്ക് നല്ലൊരു ട്രജക്ടറി മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. സീ ഹിയർ ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ ആയിരുന്നു. അത് കേട്ട് പോയില്ല. ഇറ്റ്സ് ഓക്കെ ഫൈൻ. ട്രെയിൽ ചെയ്ത് നല്ലൊരു മൊമെന്റം ഈ ഒരു ക്യാൻഡിൽ തന്നെ എൻട്രി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് അറൌണ്ട് 44 ഉച്ച കഴിഞ്ഞു നമുക്ക് എൻട്രി കിട്ടാനായിട്ട്. ആദ്യമേ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ലൈക്ക് ഓക്കെ ഫൈൻ ദിസ് ഗോയിങ് ടു ബി കൺസോളിഡേഷൻ. ഇന്ന് തേഴ്സ്ഡേസ് ആണ്. തേഴ്സ്ഡേസിൽ പലപ്പോഴും നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡോജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഫൈൻ തേഴ്സ്ഡേസ് ആണ്, എക്സ്പയറി ഡേ ആണ്, ഫൈൻ. സോ
That was about Nifty Bank. Fin Nifty നമ്മൾ എൻട്രി എടുത്തില്ല. Actually, I was not that much well, so I was not going into that. But see here നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത രീതി തന്നെ നമുക്കൊരു ബെയർ ഇഷ്യൂ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എടുക്കാമെന്ന് സെയിം മൂവ്മെന്റ് തന്നെയായിരുന്നു. അവിടെ എടുത്തില്ല. ദാറ്റ്സ് ഇനഫ്. മോർ ദാൻ 2. പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ 1, 2, 3 എൻട്രീസ് തരുന്നതായിരിക്കും. ഈ 3 എണ്ണത്തിലും ഓരോ എൻട്രീസ് വെച്ച് നമ്മൾ തരുന്നുണ്ടായിരിക്കും. ഇത് 3 എണ്ണം എടുക്കേണ്ട കാര്യമില്ല. ഏതേലും ഒരെണ്ണം അത് ഏതാണ് എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ലെറ്റ് ദാറ്റ് ബി നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഓർ നിഫ്റ്റി ബാങ്ക്. ഇതിൽ മാത്രമായിരിക്കണം നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഗ്രീഡി ആകരുത്. നിങ്ങൾ മൈറ്റ് വിചാരിക്കും ഇന്ന് ഞാൻ ഇതെല്ലാം എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു എന്നുള്ളത്. ഇതെല്ലാം മാർക്കറ്റ്. ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം മാർക്കറ്റ്. ഫൈൻ. സോ സ്മോൾ പ്രോഫിറ്റ്സ് അല്ലെ സ്മോൾ സ്റ്റെപ്സ് എ ഡേ എന്ന് പറയുന്ന പോലെ തന്നെ സ്മോൾ പ്രോഫിറ്റ്സ് ആൻഡ് ബിഗ് പ്രോഫിറ്റ്. ദാറ്റ്സ് വാട്ട് വി ഗോണ ഫോക്കസ് ഓൺ. ഒബ്വിയസ്ലി ലോസസിലോട്ട് പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്മോൾ ലോസസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. That was our view with all these. So നമുക്ക് ഇനി നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. So let's see. So ഫിൻ നിഫ്റ്റിയിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഈ ഒരു സോൺ മാറ്റുക എന്തായാലും. ഇവിടെ ഈ ഒരു സെറ്റ് ഇപ്പം ടാർഗറ്റ് കഴിഞ്ഞല്ലോ. ഇപ്പം ഇതിന് നേരെ താഴത്തേക്കാണെങ്കിൽ നമുക്ക് ബെയറിഷ് വ്യൂ നമുക്ക് കൺസിഡർ സോൺ മാറ്റുക. ഇവിടെ സോണിന്റെ ആവശ്യമില്ല നമുക്ക് ഇനി നാളത്തേക്ക്. ഇനി ഈ ഒരു സെറ്റൻ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും 19,622 ഇനി നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ്. അതൊരു മൈനർ ടാർഗറ്റ് ആണ് അല്ലേ? No, it's almost like 100 points on the spot here. Good anyway. That's good. Fine. And later on നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 19,460 നമുക്ക് ഫിൻ നിഫ്റ്റി വരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. എനിവേ നമ്മൾ ബുള്ളിഷ് ആകുന്നില്ല. ഇവിടെ മൊമെന്റം ഇല്ല. റൈറ്റ്. ഇൻ ദാറ്റ് കേസ് നമുക്ക് ഈ ഒരു സെവൻ ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ബുള്ളിഷ് ആകുന്നുള്ളൂ. അതുവരെ നമ്മൾ അനങ്ങാതെ നിൽക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1%, 0.5% ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് അതുള്ളത്. Then about Nifty. Nifty, same situation. ചേഞ്ചസ് ഒന്നും നമ്മൾ അതിനകത്ത് പറയുന്നില്ല. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സോ ഇതായിരിക്കും നമ്മുടെ അടുത്തൊരു ടാർഗറ്റ് ഇനിയുള്ളത്. ആൻഡ് വി ബി കൺസിഡറിങ് ദിസ് വൺ ആസ് അവർ ബെയറിഷ് വ്യൂ. ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി, അതായത് PE ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഫോളോ ആകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ബെയറിഷ്, റൈറ്റ്? സോ നമുക്ക് ഇവിടുന്ന് ഒരു ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും അത്യാവശ്യം ടാർഗറ്റ് താഴത്തേക്ക് കാണാം. ടാർഗറ്റ്സ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലെവൽസ് യൂസ് ചെയ്യാം. ഗുഡ് ആക്ച്വലി. ബട്ട് എന്നാൽ 15 മിനിറ്റ്സിൽ ഞാൻ ടാർഗറ്റ്സ് കീപ്പ് ചെയ്യാറില്ല. 1 അവറിന്റെ ബേസിസിലാണ് പലപ്പോഴും ഞാൻ ടാർഗറ്റ്സ് ചെക്ക് ചെയ്ത് കീപ്പ് ചെയ്യാറുള്ളത്. സോ ലെറ്റ്സ് കൺസിഡർ ഹിയർ as our second target. Right? Good. Fine. ഇവിടെ ഒരു മൈനർ ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, മൈനർ ടാർഗറ്റ് ഉണ്ട് ഇവിടെ. ജസ്റ്റ് ലീവ് ഇറ്റ് aside. സോ ഇതാണ് നിഫ്റ്റിയുടെ നാളത്തെ എക്സ്പെക്ടേഷൻ നമ്മളുടെ. സോ ഇന്നത്തെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. ഈ റാലി കണ്ടിന്യൂ, താഴത്തേക്കുള്ള ഒരു ഫോള് കണ്ടിന്യൂ ചെയ്യേണ്ട പ്രോബിലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോള് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്. ദെൻ അബൌട്ട് നിഫ്റ്റി ബാങ്ക് എങ്ങനെയായിരിക്കും? വേറൊന്നുമില്ല, സെയിം സിറ്റുവേഷൻ. നേരെ ഈ ഒരു സെർട്ടൻ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫോള് പ്രതീക്ഷിക്കുകയും നമുക്ക് 43,548 നമുക്ക് പ്രോബബിലിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 1000 പോയിന്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ബട്ട് അതിന്റെ ഇടയ്ക്ക് മൈനർ ടാർഗറ്റ്സ് ഉണ്ട്. അതെന്താണ് എന്നുള്ളത് നാളെ ലൈവില് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ബുള്ളിഷ് വ്യൂ ഇവിടെ എനിവേ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. നല്ലൊരു ഫോളോ വന്നിട്ടുണ്ട്. ആ ഒരു ബുള്ളിഷ്നെസ്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. എപ്പോഴും മാർക്കറ്റിന്റെ ടോട്ടൽ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഒരിക്കലും ചാടിയും കയറിയും അങ്ങോട്ട് ആരും ചെയ്യരുത്. Then about Fin Nifty is just like സെയിം സിറ്റുവേഷൻ. ഓക്കെ ഫൈൻ. ഫിൻ നിഫ്റ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ് അല്ലെ? സോ ഇതാണ് നമ്മളുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ചില ലെവൽസ് ഞാൻ ഇപ്പോൾ തന്നിട്ടില്ല, എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ഇന്ന് എന്തുകൊണ്ട് ഞാൻ തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഫോള് കിട്ടുകയാണ്. അത്യാവശ്യം പിന്നെയും അത് നല്ല രീതിയിൽ ഫോളോ ആകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് 2 ഇമോഷൻസ് ആണുള്ളത്, ഫിയറും ഗ്രീഡും. ഈ രണ്ടെണ്ണത്തിൽ ഏതാ സ്ട്രോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഫിയർ ആണ്. സോ മാർക്കറ്റിൽ ബെയർ ആകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം മാർക്കറ്റ് ഫോളോ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഫോളോ തരികയും ചെയ്യുന്നുണ്ട്, കയറുമ്പോഴും അതുപോലെ ഉണ്ട്. ബട്ട് എന്നാൽ ഇച്ചിരി ഫിയർ ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്. സോ ഇൻ ദാറ്റ് കേസ് നമുക്കപ്പം നാളെ കാണാവുന്നതാണ്. നാളെ ലൈവ് 9 മണി മുതൽ 1 മണി വരെ ലൈവ് ഉണ്ടായിരുന്നതായിരിക്കും. ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു ഇന്ന്. ആക്ച്വലി അതായിരുന്നു ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 തൊട്ട് കാണാമെന്നുള്ളതിൽ. ബട്ട് എന്നാൽ നാളെ കാണും.
right? Till morning, no problems, but due to some other issues, I couldn't, right? So anyway, നോക്കപ്പം നാളെ കാണാം. Hope you guys are getting it. നിങ്ങളുടെ വ്യൂസ് എന്താണ് എന്നുള്ളത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഓക്കെ ഫൈൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളതിൽ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നില്ല എങ്കിൽ അത് പറയുക കമന്റിൽ. നോ ഒഫൻസ്, നോ പ്രോബ്ലം. ആരും നിങ്ങളെ തിരിച്ച് കൗണ്ടർ ചെയ്യാനായിട്ടോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. സി ആസ് എ ട്രേഡോ എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. തെറ്റുകൾ തിരുത്തി ബെറ്റർ ആക്കാനായിട്ട് മൈൻഡ് സെറ്റ് ഉണ്ട്. സോ നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞാൻ തിരുത്തി ബെറ്റർ ആക്കി തരാം. പറ്റില്ല, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ഞാൻ അത് തിരുത്തി തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ എല്ലാവരും പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കുറെ അധികം മെസ്സേജസ് വരുന്നുണ്ട്. എനിവേ നമ്മളത് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് എന്നാൽ അതിനു മുമ്പ് ജസ്റ്റ് എല്ലാവരും ബൂട്ട് ക്യാമ്പ് കൂടെ അറ്റൻഡ് ചെയ്യുക. യൂസ്ഫുൾ ആയിരിക്കും. മാർക്കറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഓൾമോസ്റ്റ് ലൈക്ക് 70 സംതിങ് 60+, റൈറ്റ്? 60+ സംതിങ് ഓൾറെഡി ജോയിൻഡ് ആണ് കറന്റ്ലി. നമ്മൾ ഫസ്റ്റ് ബൂട്ട് ക്യാമ്പ് ആണ്. മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് 100% 200% നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബൈ, സീ യു ആൾ.